സസ്പെൻസ് പൊളിയുന്ന ശരിക്കും പാർട്ട് 2-ലാണ്. അപ്പൊ അതൊക്കെ വളരെ രസകരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. 3-2 എന്ന് പറയുന്ന മൂവി, സ്ത്രീ എന്നുള്ള മൂവിയുടെ അടുത്തൊരു ഭാഗമാണ്, അതായത് രണ്ടാം ഭാഗം. ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പുതിയൊരു മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്ത്രീ 2 എന്നുള്ള മൂവിയാണത്. ഓൾറെഡി നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. 3-2 എന്ന് പറയുന്ന മൂവി സ്ത്രീ എന്നുള്ള മൂവിയുടെ അടുത്തൊരു ഭാഗമാണ്, അതായത് രണ്ടാം ഭാഗമാണ്. എനിക്ക് തോന്നുന്നു മലയാളികൾ അധിക പേരും ഈ ഒരു മൂവിയെ കുറിച്ച് അധികം ബോധേഡല്ല, അല്ലെങ്കിൽ ഈ മൂവിയെ കുറിച്ച് അധികം സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട് ഈ റിവ്യൂ ചെയ്യുന്നത് വെച്ചാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ എന്നുള്ള മൂവി ഞാനും ആദ്യം കണ്ടിരുന്നില്ല. സ്ത്രീ 2 ഇത്രയും സക്സസ്ഫുൾ ആയപ്പോഴാണ് സ്ത്രീ എന്നുള്ള മൂവിയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതും അതെടുത്ത് കാണുന്നതും. അപ്പൊ 2018-ലാണ് സ്ത്രീ എന്നുള്ള മൂവി ഇറങ്ങിയിരിക്കുന്നത്. എനിക്കിതിൽ എന്താണ് ഈ ഒരു മൂവി കാണാൻ എന്നെ പ്രേരിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു റൊമാൻറ്റിക് കോമഡി അതേപോലെ തന്നെ ഹൊറർ, ഈ 3 കാര്യങ്ങളും ഒരുപോലെയുള്ള ഒരു ഫിലിം ആയിരുന്നു സ്ത്രീ എന്നുള്ളത്. അപ്പൊ എൻ്റെ ഫ്രണ്ടിന്റെ ഒരു റിവ്യൂവിൽ നിന്നാണ് ഞാൻ ഈ ഒരു സിനിമയെ കുറിച്ച് അറിയുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഈ ഒരു മൂവി നമ്മൾ സംസാരിക്കേണ്ടതാണ്. വളരെ ലൈറ്റായിട്ട് നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു മൂവിയാണ് സ്ത്രീ. അപ്പൊ നമുക്ക് സ്ത്രീ 1-ൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ചന്തേരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടക്കുന്ന വിചിത്രമായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഈ സിനിമയുടെ ആധാരം. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഹിന്ദി ഫിലിമാണ്, അതുകൊണ്ട് ഡയലോഗ്സ് ഒക്കെ കൊളോക്കിയൽ ആയിട്ടുള്ള ഹിന്ദിയിൽ തന്നെയാണുള്ളത്. സബ് ടൈറ്റിൽസ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ പാർട്ടിൽ കുറച്ച് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്ക് ഈ ഒരു മൂവി കാണാൻ വേണ്ടി പറ്റും. ഇതിൽ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് വരുന്നത് രാജ്കുമാർ റാവുവും ശ്രദ്ധാ കപൂറുമാണ്. രാജ്കുമാർ റാവുവിനെ നമുക്കറിയാം, വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം ചെയ്യാറുള്ളത്. ഇതിൽ അദ്ദേഹം ഒരു തയ്യൽക്കാരനായിട്ടാണ് വരുന്നത്. അതിലെ അച്ഛനും അദ്ദേഹവുമായിട്ടുള്ള കുറച്ച് സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. വളരെ രസകരമായിട്ടുള്ള സംഭാഷണങ്ങളാണ്. അതായത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള അച്ഛനെയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാം. എന്തായാലും ആദ്യ ഭാഗമൊക്കെ നല്ല രസകരമായിട്ട് പോകുന്നുണ്ട്. പിന്നീട് ഒരു ശ്രദ്ധാ കപൂറിന്റെ ഇൻട്രോയും അതേപോലെ തന്നെ അതിലെ പാട്ടുകളും അതേപോലെ തന്നെ മ്യൂസിക്കും ഒക്കെ നല്ല രസമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം വിജയം നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു സ്ത്രീ 1 എന്ന് പറയുന്നത്. ഇനി സ്ത്രീ 2-ലേക്ക് വരുമ്പോൾ ഇതേ കഥയിൽ തന്നെ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തി സ്ത്രീ എന്നുള്ള മുഖ്യ കഥാപാത്രത്തെ ആസ്പദമാക്കി തന്നെയാണ് ഫിലിം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആദ്യ കഥയിൽ നമ്മൾ വെച്ച സസ്പെൻസ് ശരിക്കും പൊളിയുന്നത് ഈ ഒരു കാര്യത്തിലാണ്. ആദ്യ പാർട്ടിൽ പറഞ്ഞു വെച്ച ആ സസ്പെൻസ് പൊളിയുന്നത് ശരിക്കും പാർട്ട് 2-ലാണ്. അപ്പൊ അതൊക്കെ വളരെ രസകരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലെ പാട്ടുകളൊക്കെ നല്ല രസമുണ്ട്. വിഷ്വൽസും ആയാലും അതേപോലെ തന്നെ ആനിമേഷൻസ് ആയാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരുപാട് ചിരിക്കാനുണ്ട്. ഞാൻ ഹിന്ദി വളരെയധികം നന്നായിട്ട് അറിയുന്ന ആളൊന്നും അല്ല, എങ്കിൽ പോലും എനിക്കും തിയേറ്ററിൽ ഇരുന്ന് അടിപൊളിയായിട്ട് ചിരിക്കാനൊക്കെ പറ്റി. നന്നായിട്ട് ആസ്വദിച്ച് കാണാൻ വേണ്ടി പറ്റി. രാത്രി കണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല, എന്തായാലും നന്നായിട്ട് ആ ഒരു ഹൊററൊക്കെ എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. ഞാനും നന്നായിട്ട് ഒച്ചയാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇതൊരു OTT പ്ലാറ്റ്ഫോമിൽ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പടമാണുള്ളത്. ആക്ച്വലി തിയേറ്റർ മൂവി തന്നെയാണ്. സോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ റൊമാൻറ്റിക് കോമഡി മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ദിസ് മൂവി. അടിപൊളി മൂവിയാണ്. ഇപ്പൊ തന്നെ നല്ല രീതിയിൽ കളക്ഷൻ നേടിക്കൊണ്ട് ഇത് മുന്നോട്ട് പോവുകയാണ്. സോ തിയേറ്ററിലും നിങ്ങൾക്ക് ഈ മൂവി മിസ് ആവേണ്ട എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പോയി കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്.